വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. രാവിലെയായി കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി ഇന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന്. ഇന്ന് സൺഡേ ആണ്. ഞാനാണെങ്കിൽ സൺഡേ ദിവസങ്ങളിലാണ് കിച്ചണൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഇത് നമ്മുടെ ഒരടുക്കളയുള്ളൂ. അപ്പം നമ്മൾ കത്തിക്കുന്നതിൻ്റെ അടുത്തിരിക്കുകയാണ്, പുക അടിച്ചാണ് അതങ്ങനെ ആവുന്നത് കേട്ടോ. അപ്പോൾ ഓരോ വീക്കിലാണ് ഞാനത് കഴുകുന്നത്. രാവിലെ അല്ലാത്ത ദിവസങ്ങളിൽ എന്ന് പറയുന്നത് രാവിലെ മക്കൾ പോകുമ്പോഴത്തേക്ക് ജോലി ഒതുക്കി ഞാനും കിച്ചണിൽ നിന്ന് അങ്ങ് ഇറങ്ങും. എനിക്ക് അധികം നേരം കിച്ചണിനകത്ത് നിൽക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ മാക്സിമം ജോലി പെട്ടെന്ന് ഒതുക്കുക, ഫുൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടതിന് ശേഷം കിച്ചണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറുന്നത് ഉച്ചയ്ക്കായിരിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന നേരത്തെ ആയിരിക്കും പിന്നെ കിച്ചണിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഒരു ചെറിയ സദ്യ കഴിച്ചാലോ എന്ന്. എനിക്കെന്തെങ്കിലും ആഗ്രഹം തോന്നിയാൽ ഞാൻ തന്നെ ചെയ്താൽ കഴിക്കും കേട്ടോ. നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കഴിവുണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ തന്നെയും ചെയ്യാം. പിന്നെ സാധനമൊക്കെ വാങ്ങിച്ചു തന്നോളും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞാൽ ഐറ്റംസൊക്കെ എല്ലാം വാങ്ങിച്ചു തന്നോളും. അപ്പോൾ ഉപ്പില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ചിരുന്നു. തലേന്ന് ഉപ്പ് പറഞ്ഞിരുന്നു, പക്ഷേ ലേറ്റായി വന്നുകൊണ്ട് ഉപ്പ് കൊണ്ടുവന്നില്ലായിരുന്നു. അങ്ങനെ ഉപ്പ് കൊണ്ടുവരാൻ ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ചിക്കനും കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ സദ്യ ആക്കാനിരുന്ന് ഞാൻ പച്ചക്കറി കുറച്ചൊക്കെ അരിഞ്ഞു, അപ്പോൾ ചിക്കനും കൊണ്ടുവന്നു. എങ്കിൽ പിന്നെ അതങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സാമ്പാറിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് വന്ന ഉടനെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് സാമ്പാർ വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ ഇതൊന്ന് കഴുകി ഇറച്ചി ഒന്ന് വെള്ളത്തിലിട്ടു. കാരണം നമ്മളൊരു കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി ഒതുങ്ങുന്നത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങാനും കഴിയും. അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം കുടിക്കാൻ ഞാൻ മറക്കാറില്ല കേട്ടോ. നമ്മൾ ഫിൽറ്റർ എടുത്ത് തന്നെയാണ്, അപ്പോൾ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളമാണ് കുടിക്കൽ. അപ്പോൾ ആ വെള്ളം ഇടയ്ക്ക് കുടിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇന്ന് ദോശയും ഇന്ന് ഇഡലിയും സാമ്പാറും ആക്കാനിരുന്നേ. അപ്പോഴാണ് ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ദോശയും ഇറച്ചിക്കറി ആക്കാമെന്ന്. ഇറച്ചിക്കറി എന്ന് പറയാൻ പറ്റത്തില്ല, ഇറച്ചിക്കറി അല്ല. കാരണം മല്ലിപ്പൊടി തീർന്നു പോയിരുന്നു, മുളക് പൊടിയും കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് എല്ലിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ ഒരു ചെറിയൊരു കറി പോലെ ഇച്ചിരി നീട്ടി വെച്ചു. കാരണം ദോശയുടെ കൂടെ മക്കൾക്ക് ഇച്ചിരി ചാറ് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നീട്ടി വെക്കാമെന്ന് കരുതിയിട്ടാണ് അതിനകത്ത് എല്ല് പീസൊക്കെ എടുത്ത് ഒരു ചെറിയ കറി വെക്കാമെന്ന് കരുതി. അപ്പം ദോശയും ഇറച്ചിക്കറി ആവാമെന്ന് കരുതി. ദോശയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കാം. ദോശയും ചിക്കൻ കറിയും കൂടെ, അതും കുറച്ച് ലൂസായിട്ടുള്ള ചിക്കൻ കറിയും കൂടെയാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ദോശ പഞ്ചസാര കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ആ കല്ലിൽ നിന്ന് എടുത്ത ചൂടോടെ പഞ്ചസാര ഇട്ട് ദോശ കഴിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് അതൊരു നിറം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ദോശ അതിൻ്റെ ഇടയ്ക്കൂടെ ആവുന്നുണ്ട്, ചിക്കൻ കറി അതിൻ്റെ ഇടയ്ക്കൂടെ ആവുന്നുണ്ട്, സാമ്പാറും വേവുന്നുണ്ട്. മൾട്ടി ടാസ്കിങ് എന്നാണ് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് നടന്നോളും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബീട്രൂട്ടിനുള്ളത് എടുക്കാം. കിച്ചടി അല്ലേ, അത് പച്ചടി. എനിക്ക് കറക്റ്റ് ഈ കിച്ചടിയും പച്ചടി കറക്റ്റ് അറിയില്ല കേട്ടോ. ഏതായാലും ഉണ്ടാക്കും. അങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ സാമ്പാർ വെന്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് അടുപ്പയിലോട്ടും വെച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ ദോശയും ചുടുന്നുണ്ട്. ദോശയും ചുട്ടിട്ടു. അതിൻ്റെ ഇടയ്ക്കൂടെ ചിക്കൻ കറിയും വേവുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കണമല്ലോ, അവരപ്പുറത്ത് റെഡി ആയിട്ടിരിക്കുക. കാരണം ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. ഉപ്പ് കിട്ടാൻ താമസിച്ചുകൊണ്ടാണ് സാധനങ്ങൾ റെഡിയാവാൻ താമസിച്ചത്. അങ്ങനെ ചിക്കൻ കറിയായി. ഇനി അവർക്കുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. കാരണം അവർ കഴിച്ച് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. അവർ കഴിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. നമുക്ക് കുറച്ച് കഴിച്ച് പോകുമ്പോഴത്തേക്കും നമുക്കത് ഒതുക്കി പറക്കി വെക്കാനൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കല്ലിൽ നിന്ന് ഞാൻ നേരിട്ടെടുത്ത ദോശയാണ്. അതാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂട് ദോശ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. തണുത്ത ദോശ ഞാൻ കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. ചൂടോടാണെങ്കിൽ ദോശ ഞാൻ കഴിക്കും.
കൂടിപ്പോയാൽ ഒരു 2-3 ദോശ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ടേബിളിൻ്റെ പുറത്ത് അവരോട് പോയി ഇരുന്ന് അവിടെ നിന്നും ഒരു ദോശ എടുത്ത് അങ്ങനെ അതിലേക്കും കറി ഒഴിച്ച് ഞാൻ അങ്ങനെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. ഇത്രയും ജോലി ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ബാബിച്ചാക്ക് കടിഞ്ചായ കടയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതും വെച്ചു. ദോശയും അതിൻ്റെ ഇടയ്ക്കൂടെ ആവുന്നുണ്ട്. പിന്നീട് അടുത്ത പരിപാടി ഓരോന്നിലേക്കും കടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ സാമ്പാർ വെന്തിട്ടുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ എല്ലാം പരുവായോ നോക്കി സാമ്പാറിൻ്റെ പൊടി ചൂടാക്കി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചത്. അതെടുക്കാൻ കട്ടായിപ്പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദോശ ബാക്കിയുള്ളവർക്കും കൂടെ ഉള്ള ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയുണ്ട്. പിന്നെ ഇനി അവിയലാണ് കേട്ടോ. നമ്മൾ അവിയൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിയൽ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ വിസിലടുപ്പിക്കാതെ കുറച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അരപ്പിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ഇറക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ബീറ്റ്റൂട്ടും ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപ്പ് കറിക്കുള്ളത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരി അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുള്ളത് ഒരുമിച്ചങ്ങ് തേങ്ങ തിരിങ്ങി അരച്ച് മാറ്റും. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മാങ്ങയുടെ ഒരു തൊട് കറി പോലെ വെക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളരിയുടെ ആയി. പക്ഷേ എനിക്ക് ഇതെല്ലാം ഒരുമിച്ച് പറ്റത്തില്ല കേട്ടോ വീഡിയോ എടുക്കാൻ. ഇത് ഏത്തക്കയുടെ കാരണം എൻ്റെ കയ്യിൽ സ്റ്റാൻഡില്ല. പിന്നെ ഈ അരിയുന്ന എല്ലാം കൂടി ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ചിക്കനുണ്ട്. ചിക്കനത് വറുക്കാനുള്ളതും എടുത്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനൊരു കപ്പയ്ക്ക കുറച്ച് തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിശ്ശേരിയാക്കി, തോരനാക്കി, കടുമാങ്ങാച്ചാറാക്കി, അതുപോലെ തന്നെ ഏത്തക്കയുടെയും വെള്ളരിയുടെയും പയറുകറിയും പരിപ്പ് കറിയും സാമ്പാറും എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിൽ ഞാൻ കഴിക്കാമെന്ന് കരുതി. ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. എനിക്കത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. സദ്യ കഴിക്കുമ്പോൾ സദ്യയുടേതായ രീതിയിൽ കഴിക്കണം എന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരുമിച്ചാണ് ഞാൻ കടുക് വറുത്ത് ഒഴിക്കുന്നത്. അതാകുമ്പം നമുക്ക് എളുപ്പമാണ്. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ കടുക് വറുത്ത് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാത്തിലും എത്തുമല്ലോ. അപ്പം അങ്ങനെ പുളിശ്ശേരിക്ക് ഒഴിച്ചു. അതുപോലെ തന്നെ അടുത്ത തോരൻ ഓൾറെഡി ഞാൻ കടുക് വറുത്താണ് തോരൻ ചെയ്തത്. അപ്പം ബാക്കിയുള്ള തൊടുകറിക്കും കാര്യങ്ങൾക്കും ഒഴിച്ചാൽ മതി കേട്ടോ. മാങ്ങ, ഏത്തയ്ക്ക, വെള്ളരി, ബീട്രൂട്ട്, മാങ്ങയുടെ ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ തിന്നത്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞാൻ എപ്പോൾ സദ്യ ഉണ്ടാക്കിയാലും മാങ്ങയുടെ ആ ഒരു തൊടുകറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിയലുണ്ട്. പിന്നെന്താണ് സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അല്ല ഇത്രയും കറികൾ ഉണ്ടാക്കണോ എന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇതിപ്പോൾ എല്ലാം 1 മണിയായപ്പോഴത്തേക്കും ഇതെല്ലാം എനിക്ക് ചെയ്ത് കഴിയാൻ പറ്റി. അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം അത് നമ്മുടെ ഒരു കഴിവാണ്. ചിലപ്പോൾ 1 മണിയാകുമ്പോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ കിച്ചണും ക്ലീനാണ്. കിച്ചണും ക്ലീൻ ചെയ്താണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും കുളിക്കുന്നതിന് മുമ്പാണ് കേട്ടോ. ഇല വെട്ടി തന്നിരുന്നു. പിന്നെ അപ്പോൾ ഇതിന് പിന്നെ പോയി കുളിച്ച് റെഡിയായി നിസ്കരിച്ചെല്ലാം വന്നിട്ട് അങ്ങനെ ഇലയിലായിട്ട് അങ്ങോട്ട് വിളമ്പി. ഇത് കാണാൻ തന്നെ രസമാണ് കേട്ടോ. എല്ലാ കറികളും ഇങ്ങനെ നിരന്നിരുന്ന് അതിൻ്റെ കൂടെ പായസത്തിനുള്ളത് വാപ്പിച്ച് കൊണ്ടുവരും കേട്ടോ. ആ മിക്സാണ് ഞാൻ പറഞ്ഞത്. കാരണം അതാകുമ്പോൾ എളുപ്പമല്ലേ, മറ്റേത് വലിയ പാടാണ്. നമ്മുടെ കൊതിക്കുന്നത് എന്നാൽ പോരെ. പക്ഷേ മിക്സിനകത്ത് കുറച്ച് മധുരം കൂടുതലാണെങ്കിലും എലൈറ്റിൻ്റെ ആയിരുന്നു. പക്ഷെ സത്യം പറയാലോ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു പായസമായിരുന്നേ. അങ്ങനെ പായസവും എല്ലാം കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അത്ര ടേസ്റ്റായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുമ്പോൾ അതങ്ങ് ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങ് ചെയ്യുക. കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ. കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അന്നേരം കഴിച്ച് ചെയ്യുക. എല്ലാം കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെ തന്നെ വെള്ളമൂരൊന്നൊഴിച്ച് കഴിക്കാനുള്ളൊരു ആവത് എനിക്കില്ലായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സർസൈസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നിസ്കാരവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ.
ഇതെല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്ത് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഇടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. എനിക്ക് കഴിയില്ല എന്ന് ഞാൻ അല്ല, എനിക്ക് പറ്റുന്നില്ല. ഇൻഷാ അല്ലാ എല്ലാം കറക്റ്റ് ചെയ്തൊന്ന് ഇടാം. അതിൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞുങ്ങൾക്ക് സന്ധ്യ ആയപ്പോഴത്തേക്കും വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് പായസം എടുത്ത് അതിൽ പപ്പടവും പഴവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വാരിക്കൊടുത്തിട്ടാ രണ്ടുപേർക്കും കൂടെ. പിന്നെ ഇവരുടെ പഠിക്കാനിരിക്കുകയാണേ. ഇതെന്തുവാ? സീബ്രയുടെ കുഞ്ഞാണോ? കൊള്ളാലോ. ഇത് മുമ്പേ ആക്കിബ് എങ്ങനെയാ വെച്ച് എഴുതിയോ? അടുത്തത് തുരങ്കം. എന്തുവാടേ സീബ്രയുടെ പേര്? സീബ്ര അത് തന്നെ അല്ലേ? വെരി ഗുഡ്. അങ്ങനെ അവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ പഠിത്തവും നടക്കുമല്ലോ എന്ന് കരുതി പുസ്തകം തുറന്ന് വെക്കും. അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ഒക്കെ വായിച്ചു നോക്കും. അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റൂ. കാരണം ഇവർ കൂടെ ഉള്ളപ്പം കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ കാര്യം ശ്രദ്ധിക്കണം. പിന്നീട് ഇവർ കളിക്കാൻ പോകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വായിക്കാനും എടുക്കാനൊക്കെ പറ്റും. അത്ര ശല്യം ചെയ്യുന്ന മക്കളൊന്നും അല്ല കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അവരെ പഠിപ്പിക്കുന്ന ടൈമിൽ, അവരടുത്തുള്ള ടൈമിൽ നമുക്ക് അവരെയും കാര്യം ശ്രദ്ധിച്ചല്ലേ പറ്റൂ. അങ്ങനെ അവരെയും പഠിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനും പഠിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം രാത്രിയിൽ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം നാത്തൂൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കാണിച്ചു തരാം. അപ്പോൾ അത് ഇന്ന് രാത്രിയിൽ അത് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഈ സദ്യയ്ക്ക് ഉണ്ടാക്കിയ കറികൾ കണ്ടില്ലേ, ഒരു കുഞ്ഞു ചെറിയ പാത്രങ്ങളിലായിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതധികം വേസ്റ്റ് ആവില്ല കേട്ടോ. അത് രാത്രിയിൽ എല്ലാവരും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തീർന്നോളും. അപ്പം മക്കളുമാർക്ക് ആ സ്പെഷ്യൽ ഐറ്റം കൊടുക്കാമെന്ന് കരുതി. അവർക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പുറത്ത് പോയി നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് അങ്ങനെ കഴിക്കാറില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മൾ തന്നെ കഴിക്കും. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്ത് പോകുമ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും. അല്ലാതെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പുറത്ത് പോക്കലൊന്നും ഇല്ല കേട്ടോ. എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ പഠിത്തം അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുമാരുടെ ഓരോ കുരുത്തക്കേടും കാര്യങ്ങളും ഇങ്ങനെ ജവഹർലാൽ നെഹ്റു എന്നാ ജന്മദിനം, എന്നാ നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്? വെരി ഗുഡ്. ആതിഫിന് അറിയത്തില്ലേ എന്നാ ശിശുദിനം ആയി ആചരിക്കുന്നത്? ഓക്കേ. മടി തോന്നി ഇരുന്ന് കഴിഞ്ഞാൽ മടി തോന്നി ഇരിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു ദിവസമെങ്കിലും നമ്മൾ ഒന്ന് റീഡ് ചെയ്യാതെ പോവാതിരിക്കുക. മാക്സിമം റീഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പെർമനൻ്റായിട്ടുള്ള ഒരു ജോബിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പം ഫിക്സ്ഡായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ജോബ് പോകത്തില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് ജോലി പോലെയല്ല ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്യുക, സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ.